ഹലോ, സീനിയർ പ്ലാന്റ്സിൽ ഇതുപോലെ നന്നായി ഫ്ലവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ റീപോർട്ട് ചെയ്ത് കൊടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിത്ത് പാകി മുളപ്പിച്ചിട്ടുള്ള സീനിയർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മണലോട് കൂടിയിട്ടുള്ള മണ്ണാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് സാധാരണ നമ്മുടെ പറമ്പിലത്തെ മണ്ണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതേ എമൗണ്ടിൽ തന്നെ ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മണ്ണും മണലും ചാണകപ്പൊടിയും കൂടിയിട്ട് ഒരേ അളവാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ചട്ടിയിലാണ് ചെടി നട്ടു കൊടുക്കാൻ പോകുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചട്ടിയിലേക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. പോട്ടി മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. ഒരു ഡ്രൈനേജ് ഹോളിൽ കൂടെ വെള്ളം വരുന്ന അത്രയും വരെ നമ്മൾ നന്നായി നനച്ചു കൊടുക്കുക. ഇങ്ങനെ നന്നായി നനച്ചു കൊടുത്തതിന് ശേഷം ഈ വെള്ളമെല്ലാം തന്നെ വാർന്നു പോയതിന് ശേഷം വേണം നമ്മൾ ചെടി നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വെള്ളമെല്ലാം തന്നെ വാർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ചെടി. ഞാൻ വിത്ത് പാകി മുളപ്പിച്ചതാണ്. ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ള വിത്തായിരുന്നു. ഞാൻ പാകി കൊടുത്തതിൽ ഇത്രയാണ് എനിക്ക് മുളച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ചട്ടിയിൽ ഇതേപോലെ കുഴികൾ ഉണ്ടാക്കുക. മണ്ണ് നനച്ച് കൊടുത്തത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ കുഴികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ചെടികൾ ഓരോന്നായിട്ട് നമുക്ക് എടുത്തിട്ട് ഇതിലോട്ട് നട്ടു കൊടുക്കാം. ചെടികൾ എടുക്കുമ്പോൾ അതിൻ്റെ വേര് പൊട്ടാതെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു ചട്ടിയിൽ തന്നെ 4 ചെടികൾ വെച്ച് നട്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ചെടികളും ഒരുമിച്ച് വളർന്ന് എല്ലാത്തിലും പൂവുണ്ടായി നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. വളരെ ചെറിയ തൈകളായതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഇതിൽ നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പോട്ടിംഗ് മിക്സിലുള്ള വളം മാത്രമാണ് ഈ ചെടിക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത്. വേറെ എക്സ്ട്രാ വളങ്ങളൊന്നും തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ നനച്ചതിന് ശേഷമാണല്ലോ നട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ പിറ്റേ ദിവസം എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചെടി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ചെടിയിൽ മുട്ടിടാൻ തുടങ്ങിയപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് വന്നിട്ടുണ്ട്. അതേപോലെ എല്ലാ പ്ലാന്റ്സിലും മുട്ടുകളും വന്നിട്ടുണ്ട്. പൂക്കൾ വിരിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ്. പല പ്ലാന്റ്സിലും പലതരത്തിലുള്ള പൂക്കളാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാം തന്നെ സാധാരണ ഫ്ലവേഴ്സാണ്, ഡബിൾ പെറ്റലായിട്ടുള്ള സീനിയർ ഫ്ലവേഴ്സ് അല്ല. വിത്ത് വാങ്ങുമ്പോൾ ഡബിൾ പെറ്റലായിരിക്കുന്നു കരുതിയിട്ടാണ് വാങ്ങിയത്. പക്ഷേ പൂവുണ്ടായപ്പോൾ എല്ലാം തന്നെ സിംഗിൾ പെറ്റലായിട്ടുള്ള ഫ്ലവേഴ്സായിരുന്നു. പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഒരു ചട്ടിയിൽ നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒരു ചട്ടിയിൽ 4 പ്ലാന്റ്സ് വെച്ചിട്ടാണല്ലോ നട്ടു കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. എല്ലാ പൂക്കളും ഇതുപോലെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. പല നിറത്തിലുള്ള പൂക്കൾ ഇതിൽ വിരിഞ്ഞിട്ടുണ്ട്. നമ്മൾ നട്ട് വളർത്തിയിട്ടുള്ള ചെടിയിൽ പൂക്കളുണ്ടാകുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്